ഹലോ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് നെല്ലിയാമ്പതിയിലുള്ള അഗ്രോ കൃഷി ഫാമിലാണ്. അപ്പോൾ ഇത് പുതിയ ഇനം ക്യാബേജ് ആണ്. അപ്പോൾ ഇതിനെപ്പറ്റി വിവരിക്കുന്നതിന് വേണ്ടി നമ്മുടെ അടുത്ത് ഇവിടുത്തെ വർക്കേഴ്സായിട്ടുള്ള 2 ചേച്ചിമാരുണ്ട്. ഒന്ന് സരള ചേച്ചി, ഇവരുടെ പേരെന്താണ്? ഭവാനി ചേച്ചി. ഇവർ രണ്ടുപേരും നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒന്ന് വിവരിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ചേച്ചി ഇതിൻ്റെ കൃഷി എങ്ങനെയാണ് ഒന്ന് വിവരിക്കൂ. ഇത് എന്താണ് ഇതിൻ്റെ പേര്? ഇതിന്റെ പേര് ബ്രസൽസ് സ്പ്രൗട്ട് എന്നാണ്. ഇത് എത്ര വർഷം കൂടുമ്പോഴാണ് കായ്ക്കുന്നത്? എങ്ങനെയാണ് ഇതിന്റെ 90 ദിവസത്തിലാണ് ഇത് വിളവെടുക്കുന്നത്. പക്ഷെ ഇത് ക്യാബേജിന്റെ തന്നെ വേറൊരു ഇനമാണ്. ഇതിന്റെ തണ്ടിന്റെ ആ അറ്റത്തൊക്കെ ഈ ചെറിയ ചെറിയ കുഞ്ഞു ക്യാബേജ് ഉണ്ടാവും ഇതിലൊക്കെ. പിന്നെ ഈ ഓപ്പൺ പൊസിഷൻ ഫാം എന്നാണ് ഇതിന്റെ ഈ കൃഷി ചെയ്തതിന്റെ പേര്. ഇതിന്റെ ഗുണം എന്ന് വെച്ചാല് കൂടുതൽ കള വരില്ല. അതിനാണ് ഇത് ചെയ്തിട്ടുള്ളത് അല്ലേ? പ്ലാസ്റ്റിക് ഇട്ടിട്ട് വന്നത് പുല്ല് അങ്ങനത്തെ കാര്യങ്ങളൊന്നും മുളച്ചു വരില്ല. പിന്നെ ഈ കായ എങ്ങനെയാണ് ഇത് കറി വെക്കുന്നതാണോ? എങ്ങനെയാണ് സാധാരണ ക്യാബേജ് പോലെ ഉപ്പേരി വെക്കാം അല്ലേ? അപ്പൊ എന്തായിരുന്നു ഇതിന്റെ പേര്? ബ്രസൽസ് സ്പ്രൗട്ട്. ഇതിന്റെ സ്വദേശം എവിടെയാണ്? ഇത് ശരിക്കും ഇത് എവിടെയാണ്? ഇത് ഇവിടെ തന്നെ കൃഷി ചെയ്തുണ്ടാക്കുന്നത് അതെ. അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലെ വിത്ത് മേടിച്ച് ഇവിടുത്തെ തന്നെ മുളപ്പിച്ചിട്ട് കൃഷി ചെയ്യുന്നത്. അപ്പൊ സർല ചേച്ചി ഇതിന്റെ കണിപ്പിലാണോ ഇതുണ്ടാവുന്നത്? അതെ ഇതിന്റെ കണിപ്പിലാണ് ഉണ്ടാവുന്നതാ പറഞ്ഞു. സർല ചേച്ചി കാണിച്ചു തരൂ. ഇതല്ലേ സാധനം? ഇത് മൂത്ത് പാകമാവൂലേ? ഇത് ചെടി വലിയ നീളം വെക്കുമ്പോ ഈ തണ്ടിന്റെ ഇടയിലാണ്, തണ്ടിന്റെ അറ്റത്താണ് ഈ ചെറിയ ചെറിയ ക്യാബേജ് ഉണ്ടാവും. ആ ക്യാബേജ് എത്ര കിലോ ഉണ്ടാവും? അത് പേരക്ക മോഡല്. ഓ അത്ര വലിപ്പം ഉണ്ടാവില്ലേ? ശരി. അപ്പം എത്ര ഇതിന്റെ വിളവ്? ഇതിന്റെ മൂപ്പ് പാകമാവില്ലേ? 90 ദിവസം. അപ്പൊ ഒരു തണ്ടിൽ നിന്നും ഒരു 10 കിലോ കിട്ടുമോ? 10 കിലോ കിട്ടില്ല, 5 കിലോ കിട്ടും. 5 കിലോ. നല്ല ടേസ്റ്റ് ഉണ്ട് അത്. ശരി. അപ്പൊ ഇതിന്റെ തോട്ടമാണല്ലേ കാണുന്നത്? ഇത് എവിടെ കറക്റ്റ് സ്ഥലം? നെല്ലിയാമ്പതി അഗ്രോ ഫാം. ഇതിന്റെ ഇവിടുത്തെ സ്ഥലത്തിന്റെ പേരെന്താ? ഈ സ്ഥലത്തിന്റെ പേര് പുല്ലൂർ എന്താണ്? എന്താ വേറെ സ്പെഷ്യൽ പേരുണ്ടല്ലോ ഈ സ്ഥലത്ത്? നെല്ലിയാമ്പതി ഗവൺമെന്റ് ഓറഞ്ച് വെജിറ്റബിൾ ഫാം. ഈ ഉത്സവം എത്ര ദിവസം ഉണ്ട്? 5 ദിവസം. 5 ദിവസം. നാളെയും മറ്റന്നാളും 10-ാം തീയതി ഈ ഫ്ലവർ ഷോ. അത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് പ്രവേശനമില്ല. പ്രവേശനമൊക്കെ ഉണ്ട്. ഇനി തുടർച്ചയായിട്ട് പ്രവേശിക്കാനാണ് ഈ എന്തായാലും ആദ്യമായിട്ടാണ് ഈ ഫ്ലവർ ഷോ വരുന്ന പരിപാടി തുടങ്ങിയിരിക്കുന്നത്. ഇനി വരും വർഷങ്ങളിൽ ഇതിനെ ഏറെ ഭംഗിയായി നടത്താനാണ്. തയ്യാറെടുപ്പിലാണോ നിങ്ങൾ ഇതെല്ലാം കൃഷി ചെയ്ത്? അതിന്റെ തയ്യാറെടുപ്പ് പിന്നെ അല്ല, ഇതെല്ലാം ഞങ്ങൾ ഇവിടെ കൃഷി ചെയ്യുന്നത് തന്നെയാണ്. സ്പെഷ്യലായിട്ട് ചെയ്താണ് ആ പൂക്കളൊക്കെ. സർല മേഡം, അപ്പം ഇത് ക്യാബേജ് ഇനത്തിൽ പെട്ടതല്ലേ? ആ പേരൊന്നുകൂടി പറയാൻ മറന്നുപോയി. ബ്രസൽ സ്പോട്ട്. ബ്രസീലിൽ നിന്ന് ഓർക്കാം, പക്ഷെ അപ്പം അതിനോട് ഉപയോഗിച്ചുള്ള പേരാണല്ലേ? ഓ നല്ല വെറൈറ്റി, നല്ല ടേസ്റ്റ് അല്ലേ ഇത്? ഓക്കെ. ഇതുവരെ അറിവ് പകർന്നു തന്ന നമ്മുടെ സർല ചേച്ചിക്കും ഭവാനി ചേച്ചിക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു.